ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ വെക്കുന്ന പുതിയ വീടിൻ്റെ വാർപ്പാണ്, സെക്കൻഡ് ഫ്ലോറിൻ്റെ വാർപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ വീട് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഞാൻ വീട് വെച്ചതിൻ്റെ എവിടം വരെ വീട് വെച്ച് അത് നടക്കുന്നത് ഞാൻ ഫുള്ളി എന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വീട് വെക്കുന്നത് കവറാട്ടാണ് കേട്ടോ. കവറാട്ട് തോട്ടുകടയിൽ വേണ്ട അമ്പലത്തിൻ്റെ അവിടെയാണ്. അവിടെയാണ് അമ്പലം, ഇവിടെയാണ് നമ്മുടെ വീട്. വീട് കാണിച്ച്. ഇവിടെ ഇപ്പോൾ പൈപ്പൊക്കെ ഇട്ടുകൊണ്ട് റോഡൊക്കെ പൊട്ടിച്ച് അങ്ങനെ കുറച്ച് ചെളിയും വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തോടെ പോകും. ഇതാണ് നമ്മുടെ വീട്. ഫ്രണ്ട്സ്, അപ്പോൾ അത് വാർപ്പിൻ്റെ ആണ് കേട്ടോ. ഏറ്റവും മുകളിൽ വേണ്ട പടിയൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മളിപ്പോൾ വെക്കുന്ന വീട്. കുഞ്ഞെ എടുത്തറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഒരു കൊച്ചു സിറ്റ് ഔട്ട് അല്ലേ, നിൽക്കുമ്പോൾ കൊല്ലത്ത് മനസ്സിലത്. ഇവിടെ നോക്കിയത് ഇത്രയുള്ള നമ്മുടെ സിറ്റ് ഔട്ട്, അത് ചെറിയൊരു സിറ്റ് ഔട്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത്. ഇതിപ്പോ തൽക്കാലത്തേക്ക് ഒരു ഡോർ വെച്ചേക്കോ, പട്ടിയൊന്നും കയറായിരിക്കും പകർക്ക്. അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇവിടെ നിന്ന് ഈ ഒരു ഇത്ര ഒരു ഭാഗം, ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ചിലപ്പോൾ കുറച്ച് ഇരുണ്ടിരിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഇരുണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇപ്പം ലിവിങ് ഏരിയയുടെ തന്നെ ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ നമ്മുടെ കിച്ചൺ, അവിടെ വർക്ക് ഏരിയ ഉണ്ട്, ഇവിടെ ഡൈനിങ് ഏരിയ, പിന്നെ ഇവിടെ ഒരു റൂമല്ല ഇങ്ങോട്ടാണ് റൂമിലോട്ടൊക്കെ നമുക്ക് പിന്നപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ ഡൈനിങ് ഏരിയ നോക്കേ. ഇത്ര ഒരു സ്പേസ് ആണ് നമുക്കുള്ള ഡൈനിങ് ഏരിയ. ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ സെക്ഷൻ വേണ്ടേ. നമ്മുടെ മെയിൻ ബോർഡ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ മെയിൻ ബോർഡിൻ്റെ ഇത് വരുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ പൈപ്പുണ്ട്. എന്തിൻ്റെയാണെന്ന് ആർക്കറിയാം. ഇനി നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഈ കാണുന്നത് ഒരു കുഞ്ഞൊരു കിച്ചണാണ്. ഇവിടെ ഒരു പവർ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇങ്ങോട്ടോ വിൻഡോയുടെ ഇവിടെ കേട്ടോ. അവിടെ നമുക്ക് കണ്ടമാണ് കേട്ടോ. പണ്ട് ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിനെ കണ്ടതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ ഈ വീട് വെക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിലാണ്. അതായത് എൻ്റെ അമ്മ വീട് പൊളിച്ച് അവിടെയാണ് ഞങ്ങൾ വീട് വെക്കുന്നത്. അപ്പോൾ ആ കാണുന്നതൊക്കെ നമ്മുടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു അടുക്കള. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വർക്ക് ഏരിയ. ഇതിൻ്റെ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വർക്ക് ഏരിയ. കമ്പ് കിടപ്പുണ്ടേ. വർക്ക് ഏരിയയിൽ ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട് കേട്ടോ, പട്ടിയൊന്നും കയറാതിരിക്കാം. പക്ഷെ പൂച്ച വരെ ഇതിൽ നിന്ന് ചാടിപ്പോന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് സിങ്കിന്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അടുപ്പിന്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ പിന്നെ പാത്രം വെക്കാനും പിന്നെ നമുക്ക് അടുപ്പ് വേണേൽ സെറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു സ്ലാബ് പോലെ ഉണ്ട്. അടിയിലും സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ, ഒരു കുഞ്ഞു വർക്ക് ഏരിയ. പവർ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ലൈറ്റിൻ്റെയും ഒക്കെ ആയിട്ടൊക്കെ പവർ പോയിന്റ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുക്കളയൊക്കെ ഇല്ല. അപ്പോൾ അടുക്കളയുടെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ റൂമുണ്ട്. പിന്നെ അവിടെ നമുക്ക് റൂമുണ്ട് കേട്ടോ. അത് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഇങ്ങോട്ട് മാറി ഇവിടെ ആയിട്ടാണ് നമുക്ക് 2 റൂമുള്ളത്. ഇവിടെ നമുക്കൊരു ഷോക്കേസിൻ്റെ ഒരു സംഭവം വരുന്നതാണ്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൂമിലോട്ട് പോകും. അപ്പോൾ ഇതാണ് താഴത്തെ ഒരു റൂം. നോർമൽ റൂം.
അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള റൂം, എല്ലാം വെക്കാനും പറ്റും. കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള റൂം കാണിച്ചില്ല. അപ്പൊ ഇതാണ് റൂം. അപ്പൊ ഈ റൂമിനോട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു ബാത്റൂം, അതെ, അറ്റാച്ച്ഡ് ഒരു ബാത്റൂം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു റൂം. ഇനിയാണ് നമ്മുടെ മാസ്റ്റർ റൂം, അത് അപ്പുറത്തെ ആ റൂം. അപ്പൊ മാസ്റ്റർ റൂമിനോട് ചേർന്നാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റെപ്പ് ഉള്ളത്. സ്റ്റെപ്പിന്റെ സൈഡ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, പിന്നെ അതിൻ്റെ അടിയിലും ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പവർ പോയിന്റിന്റെ സ്പേസ് ഉണ്ട്. ഇൻവെർട്ടർ ഒക്കെ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ ഒക്കെ വെക്കാനാ അവിടെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാസ്റ്റർ റൂമിലോട്ട് പോകാം. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് ഇവിടെ ഒരു ബേവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ബേവിൻ്റെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു റൂം, 2 സിംഗിൾ വിൻഡോ ഒക്കെ ഉണ്ട്. പിന്നെ അതിനോട് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. താഴത്തെ 2 റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. ചെറിയൊരു നടുക്ക് സെൻറ്റർ ഭാഗം വെച്ച് നിൽക്കുന്നത് ഉണ്ട്. അത്യാവശ്യം ഇത്രയൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഹെയർ ഹോളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. മണ്ടയ്ക്ക് വേണ്ട ഫാനിൻ്റെ ഒക്കെ ഇതുണ്ട്. അവിടെ പൈപ്പൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ട നമ്മുടെ ഇലക്ട്രിക് വർക്കിൻ്റെ ഒക്കെ പൈപ്പും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. വെളിയിലൊരു ബോർഡുണ്ട് നമ്മുടെ, അങ്ങനെ പൈപ്പൊക്കെ പോയി എല്ലാം സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് അപ്സ്റ്റെയർ മേളിൽ കാണാം. അതെ ഉള്ളത്. അപ്പോൾ സ്റ്റെയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വിൻഡോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ നിന്ന് തന്നെ വേണ്ടത് നമുക്കിതേ ഇവിടെ ഒരു ഷെയ്ഡ് പോലെ ഒരു ക്ലോസ് വന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അതെന്തോ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ വെച്ച് കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് പിടിക്ക് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് കയറി വന്നിട്ടുള്ള സ്പേസ്. നമ്മുടെ സ്റ്റെപ്പ് എന്നിട്ട് ഇതാണ് നമ്മുടെ അത് പിന്നെ കാണിക്കും. ഇങ്ങോട്ട് വാ. സ്റ്റെപ്പ് അത് ഇതാണ് നമ്മുടെ സ്പേസ്. ഇവിടെ നമുക്ക് കസാരയൊക്കെ ഇടാൻ പറ്റും. എന്തെങ്കിലും ചെറുതായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ മേലെയൊക്കെ 2 റൂം ഉണ്ട് കേട്ടോ. ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം ആ റൂമിലോട്ട് പോകാം. അപ്പോൾ ഈ റൂമിലോട്ട് വരുന്നതിന് തന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് കേട്ടോ നമുക്കൊരു ബാത്റൂം ഉള്ളത്. ഇതൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ. ഒരൊറ്റ ഒരു ബാത്റൂമേ ഉള്ളൂ നമുക്ക് മേളിൽ. ഇതാണ് ഒരു കോമൺ ബാത്റൂം. അപ്പോൾ അതെ ഇതാണ് മേളിലെ റൂം. ഇതാണ് നമ്മുടെ മേളിലെ റൂം. വെളിയിൽ നമുക്ക് 2 റൂമുണ്ട് കേട്ടോ. അത് ഇതാണ് നമ്മുടെ മേളിലെ റൂം. താഴത്തെ മറ്റേ റൂമിൻ്റെ നേരെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ മണ്ടയ്ക്കുള്ള റൂമാണിത്. അപ്പോൾ ഇതിനുണ്ട് കേട്ടോ നമുക്കൊരു ബേബിൻ്റെ ഒക്കെ. ഇതിലിപ്പോൾ സാധനമൊക്കെ വെച്ചേക്കും, കട്ടയും ഇതിന് മറ്റേ തടിയും ഇതൊക്കെ. ചിലപ്പോൾ ഈ റൂമായിരിക്കും ഞാൻ എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇതും അല്ലെങ്കിൽ മറ്റേതുമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ അങ്ങ് എടുക്കും. ഇവിടെ ഉണ്ട് മറ്റേത് സെയിം തന്നെ 2 വിൻഡോ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഈ സെക്കൻഡ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ളതാണ് ഇവിടെയാണ് നമ്മുടെ ഒരു ബാൽക്കണി വരുന്നത്. നമ്മുടെ എനിക്കൊന്ന് സിറ്റ് ഔട്ടിൻ്റെ അതിൽ അത്ര ഒരു സ്പേസ് ഉള്ളൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അതെ, ബാൽക്കണിയുടെ ഇവിടെ താഴെയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലൊക്കെ ഉണ്ട്. ഇതിവിടെ നമുക്കിത് ഇങ്ങനെ ഒരു ആർച്ച്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നതാണേ. അങ്ങനെ ഒരു ആർച്ചുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ആണ്. ഇങ്ങനെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ മറിക്കടി.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഈ മേളിൽ കാണുന്നത് നമ്മുടെ ഇന്നത്തെ വാർപ്പിൻ്റെ ആണ് കേട്ടോ. വാർപ്പിൻ്റെ അത് കെട്ടേക്കുന്നതിൻ്റെയാണ് ആ മേളിൽ കമ്പി ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഓപ്പൺ ടെറസിൽ വെക്കാം. ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ടെറസ് വെക്കാം. ആ ബെഡ്റൂമും ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതാണ് അവിടെ ഓപ്പൺ ടെറസ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഭയങ്കര വിശാലമായൊരു ടെറസ്. ഇത് കണ്ട, ഭയങ്കര വലിയൊരു ടെറസ് കേട്ടോ. ഭയങ്കര വലിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ നമുക്ക് കുറേ സാധനമൊക്കെ വെച്ചേക്കും കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു ഓപ്പൺ ടെറസാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇനി വേളി വാർത്തേക്കോ. ഇതിനപ്പോൾ അവിടെ വെള്ളമൊക്കെ അടിക്കാനുണ്ട് വാർത്തേൻ്റെ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് ആയിരുന്നു വാർപ്പെന്ന്. പക്ഷെ വാർപ്പിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നത്. കാരണം മറന്നതല്ല, ഞാൻ ടൈമിൽ ഇവിടെ എത്തിയില്ല. ഞാനാണെങ്കിൽ എനിക്ക് സ്കൂളിൽ രാവിലെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ പണിക്കാർ സാധനവും വണ്ടിയൊക്കെ ആയിട്ട് അവർ പോകാറായി. അപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വാർപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊരു സമയം. ഉച്ച കഴിഞ്ഞിപ്പോൾ ഒരു 3 മണി 3:30 കഴിഞ്ഞുള്ള ടൈമിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എത്തി. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വാർപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.